നമസ്കാരം. നിത്യജ്യോതിഷം എന്ന പ്രതിദിന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2025 ജൂൺ മാസം 6-ാം തീയതി വെള്ളിയാഴ്ചയാണ്. ഹരിദിന സംഖ്യ 18,72,367. കൊല്ലവർഷം 1200. ഇടവ മാസം 23-ാം തീയതി. ശകവർഷം 1947. ജ്യേഷ്ഠമാസം 16. തമിഴ് മാസം വൈകാശി 23-ാം തീയതി. ഇന്നത്തെ നക്ഷത്രം അത്തമാണ്. സൂര്യോദയ സമയത്തുള്ള നക്ഷത്രം അത്തമാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ 6:35 ശേഷം അത്തം നക്ഷത്രം അവസാനിക്കുന്നു. ചിത്തിര നക്ഷത്രം തുടങ്ങുകയാണ്. അപ്പോൾ 6:35 ശേഷം ഇന്നത്തെ നക്ഷത്രം ചിത്തിരയായിരിക്കും. ഇന്നത്തെ തിഥി ശുക്ലപക്ഷ ഏകാദശിയാണ്. ഇന്നത്തെ കരണം പശുക്കരണം. ഇന്നത്തെ നിത്യയോഗം വ്യാധീപാത എന്ന പേരുള്ള നിത്യയോഗമാണ്. രോഹിണി ഞാറ്റുവേല സമയമാണ്. ഉത്തരായന കാലം, ഗ്രീഷ്മ ഋതു. ഇന്നത്തെ സൂര്യോദയം 6 മണി കഴിഞ്ഞ് 6 മിനിറ്റിനും ഇന്നത്തെ അസ്തമയം വൈകുന്നേരം 6 മണി കഴിഞ്ഞ് 35 മിനിറ്റിനും ആയിരിക്കും. ഇന്നത്തെ രാഹുകാലം രാവിലെ 10:47 മുതൽ 12:20 വരെയാണ്. ഇന്നത്തെ ഗുളികകാലം രാവിലെ 7:40 മുതൽ 9:13 വരെയാണ്. വെള്ളിയാഴ്ച ആയതിനാൽ സൂര്യോദയ സമയത്ത് ഹോരാധിപൻ ശുക്രനായിരിക്കും. ആദ്യത്തെ 1 മണിക്കൂർ ശുക്രന്റെ ഹോരയായിരിക്കും. അതിനുശേഷം ഓരോ മണിക്കൂറിലും ഓരോ ഗ്രഹങ്ങളുടെ ആധിപത്യം വരുന്നതാണ്. ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തം ഉച്ചയ്ക്ക് 11:56 മുതൽ 12:18 വരെയും വീണ്ടും 12:22 മുതൽ 12:44 വരെയാണ്. 12:18 12:22 ഇടയ്ക്കുള്ള സമയം മധ്യാഹ്ന വർജ്യമാണ്. ആ സമയം ഒഴിവാക്കി ഈ പറയുന്ന മുഹൂർത്തത്തിൽ നമുക്ക് എന്തെങ്കിലും ശുഭകാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. ഇന്നത്തെ ചന്ദ്രാഷ്ടമം നോക്കാം. ഇന്ന് കുംഭം രാശിയിൽ ജനിച്ചവർക്കാണ് അഷ്ടമത്തിൽ ചന്ദ്രൻ വരുന്നത്. കുംഭം രാശിയിൽ ജനിച്ചിട്ടുള്ള അവിട്ടം അവസാനത്തെ 30 നാഴിക, ചതയ നക്ഷത്രം, പൂരിട്ടാതിയുടെ ആദ്യത്തെ 45 നാഴിക. ഈ നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർ ഇന്ന് ശുഭകാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് അനുയോജ്യം. ഇന്നത്തെ സൂര്യോദയ സമയത്തെ ഗ്രഹനില പരിശോധിക്കാം. മേടത്തിൽ ശുക്രൻ, ഇടവത്തിൽ സൂര്യനും ബുധനും, മിഥുനത്തിൽ ഗുരുവും ഗുളികനും, കർക്കിടകത്തിൽ കുജൻ, ചിങ്ങത്തിൽ കേതു, കന്യയിൽ ചന്ദ്രൻ, കുംഭത്തിൽ രാഹു, മീനത്തിൽ ശനി. ഇതാണ് ഇന്നത്തെ ഗ്രഹനില. ഇന്നലെ നമ്മൾ ഓരോ ഭാവങ്ങളെപ്പറ്റി പരാമർശിക്കുകയുണ്ടായി. ആദ്യത്തെ 3 ഭാവങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് 4-ാം ഭാവത്തെ പറ്റിയാണ്. 4-ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ട കാര്യങ്ങൾ മാതാവ്, ബന്ധുവർഗങ്ങൾ, അമ്മാവൻ, കൃഷി, വെള്ളം, ഭവനം, മരുമക്കൾ, വാഹനം, വിദ്യ, സുഖാവസ്ഥ, മനോഗുണങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ എന്നീ കാര്യങ്ങളാണ് 4-ാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കേണ്ടത്. 4-ാം ഭാവത്തിന് നമ്മൾ മാതൃസ്ഥാനം എന്ന് പറയാറുണ്ട്. അടുത്തത് 5-ാം ഭാവമാണ്. 5-ാം ഭാവം സന്താനസ്ഥാനം എന്ന് പറയാം. 5-ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് മനസ്സ്, ബുദ്ധി, ജ്ഞാനം, സന്താനങ്ങൾ, പൂർവപുണ്യം, മന്ത്രങ്ങൾ, മന്ത്രി, ദേവന്മാർ തുടങ്ങിയ കാര്യങ്ങളാണ് 5-ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത്. അടുത്തത് 6-ാം ഭാവമാണ്. 6-ാം ഭാവം എന്ന് പറയുന്നത് ശത്രുസ്ഥാനമാണ്, അനിഷ്ടസ്ഥാനമാണ്. 6-ാം ഭാവം കൊണ്ട് തസ്കരന്മാർ, ആദിവ്യാധികൾ, വ്രണം, ശത്രുക്കൾ, ആയുധങ്ങൾ, ശാപം, വിഘ്നങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് ചിന്തിക്കേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു ഭാവത്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ ആ ഭാവത്തിൻ്റെ ഗുണങ്ങളും
ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളും നോക്കുന്ന ഗ്രഹങ്ങളും, അതേപോലെ ആ ഭാവത്തിൻ്റെ കാരകഗ്രഹം, ഇത്രയും കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ചതിന് ശേഷം മാത്രമേ ഒരു അഭിപ്രായം പറയാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഒരു പ്രവചനം പറയാൻ പാടുള്ളൂ. ബാക്കിയുള്ള ഭാവങ്ങളെ പറ്റിയുള്ള പരാമർശം അടുത്ത ദിവസങ്ങളിലുണ്ടായിരിക്കും. ഇന്നത്തെ നിത്യജ്യോതിഷം ഇവിടെ തീരുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.